Now we will see the topic types of companies. There are different types of companies. Companies can be divided on the basis of its incorporation, control, ownership, number of members and new generation companies. അങ്ങനെ ഒരു 5 ആയിട്ടാണ് നമ്മൾ കമ്പനീസിനെ മെയിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ബേസിൽ കമ്പനി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 4 categories: chartered company, statutory company, registered company and foreign company. Then control in the base holding company and subsidiary company, and on the base of ownership government company and non-government company. On the base of members or size of the company, public and private company. And on new generation companies, one man company, small, dormant, nidhi and associated companies. ഇതിൽ ഇൻകോർപ്പറേഷൻ്റെ ബേസിൽ രജിസ്റ്റേർഡ് കമ്പനിയെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം ലിമിറ്റഡ് ആൻഡ് അൺലിമിറ്റഡ് കമ്പനി, ലിമിറ്റഡ് കമ്പനിയെ ബൈ ഷെയർസ്, ബൈ ഗ്യാരണ്ടി, ഇങ്ങനെ പലതായിട്ട് കമ്പനീസിനെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് ഈസ് ഇൻകോർപ്പറേഷൻ. ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ബേസിൽ കമ്പനിയെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി ആൻഡ് ഫോറിൻ കമ്പനി. ചാർട്ടേഡ് കമ്പനി ഈസ് ഫോംഡ് ഓൺ ദ ബേസ് ഓഫ് സ്പെഷ്യൽ ചാർട്ടർ ഫോംഡ് ബൈ ദ കിങ് ഓർ ക്യൂൻ. അന്ന് ഭരിച്ചിരുന്ന കിങ്ങിൻ്റെയോ ക്യൂവിൻ്റെയോ ഉണ്ടാക്കുന്ന ചാർട്ടറിൻ്റെ സ്പെഷ്യൽ ചാർട്ടറിൻ്റെ ബേസിൽ ഫോം ആയിരിക്കുന്ന കമ്പനിയാണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള ചാർട്ടേഡ് കമ്പനീസ് എക്സിസ്റ്റിംഗ് ആയിട്ടില്ല. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ഓർ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് എ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ഓർ സ്പെഷ്യൽ ആക്ട് ഈസ് ഫോംഡ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് ദിസ് ടൈപ്പ് ഓഫ് കമ്പനീസ്. ദാറ്റ് ടൈപ്പ് ഓഫ് കമ്പനീസ് ഈസ് നോൺ ആസ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. എക്സാമ്പിൾ പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇതെല്ലാം ആ സ്പെഷ്യൽ ആക്ട് ഫോം ചെയ്തിരിക്കുന്നു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്, അതിൻ്റെ ബേസിലാണ് ആ കമ്പനി ഫോം ചെയ്തത്. അതിനെ കോർപ്പറേഷൻസും എന്നും അറിയപ്പെടുന്നു. അതാണ് statutory companies or corporations എന്ന് പറയുന്നത്. Such companies are generally created for public utility services, not for profit. ഇതാണ് statutory companies. Next is registered companies. Registered companies are companies which are registered or formed according to the Companies Act 1956 or 2013. അല്ലെങ്കിൽ ആ എന്നാണോ കമ്പനി എക്സിസ്റ്റിംഗ് ആയിരിക്കുന്നു ഏതെങ്കിലും പഴയ കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റേർഡ് ആയിരിക്കുന്ന കമ്പനിയാണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. Registered company existing ആവുന്നത് when it is registered under the Companies Act and a certificate of incorporation is granted to it by the registrar of companies. രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കൈ കിട്ടുമ്പോഴാണ് കമ്പനി രജിസ്റ്റേർഡ് ആയി എന്ന് പറയുന്നത്. രജിസ്ട്രേഡ് കമ്പനീസ് അതിൻ്റെ കാര്യം. രജിസ്ട്രേഡ് കമ്പനീസിനെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം: ലിമിറ്റഡ് കമ്പനി ആൻഡ് അൺലിമിറ്റഡ് കമ്പനി. ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണെങ്കിൽ അതിനെ ലിമിറ്റഡ് കമ്പനി എന്ന് പറയും. അതായത് എപ്പോഴാണോ അത് വൈൻഡിങ് അപ്പിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്നത് ആ സമയത്ത് കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിലേക്ക് പോകത്തില്ലെങ്കിൽ അതിനെ ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയും. ലിമിറ്റഡ് കമ്പനീസ് റിക്വയർ ടു ആഡ് വേർഡ് ലിമിറ്റഡ് ആഫ്റ്റർ ദ നെയിം. കമ്പനിയുടെ പേര് കഴിയുന്ന ഉടനെ ലിമിറ്റഡ് എന്നുള്ള വേർഡ് ചേർക്കണം. അതാണ് ലിമിറ്റഡ് കമ്പനിയുടെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്. മെമ്പേഴ്സ് ആർ ലയബിൾ ഓൺലി അപ് ടു ലിമിറ്റഡ് എമൗണ്ട്. Beyond that limit, they cannot be asked to contribute anything toward the payment of company's liability. കമ്പനിയുടെ ലയബിലിറ്റി പേയ്മെൻറ്റ് നടത്താൻ മെമ്പേഴ്സ് ലയബിൾ അല്ലാതാവുന്ന സിറ്റുവേഷനാണ് ലിമിറ്റഡ് കമ്പനീസിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് തന്നെ ലിമിറ്റഡ് കമ്പനീസിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത് it is one which the liability of members is limited to the extent of nominal value of shares held by them. കമ്പനിയുടെ മെമ്പേഴ്സ് ഹെൽഡ് ചെയ്തിരിക്കുന്ന ഷെയർസിൻ്റെ വാല്യൂന് അത്രയും മാത്രം ലയബിലിറ്റി മാത്രമേ ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവും, മെമ്പേഴ്സിന് ഉണ്ടാവും. ഇഫ് ഷെയർസ് ആർ ഫുള്ളി പെയ്ഡ് അപ്പ് ഹി ഈസ് നോട്ട് ഹാവിങ് എനി ലയബിലിറ്റി. ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് നില്ലാണെന്ന് പറയാം. മെമ്പേഴ്സ് ഷെയർസ് പാർട്ട്ലി പെയ്ഡ് ആണ്, ഫുൾ എമൗണ്ട് പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എമൗണ്ടിന് മാത്രം അവർ ലയബിൾ ആവും അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. by shares, liability limited by shares. Next is companies limited by guarantee എന്ന് പറയുന്നത്
എത്രയാണോ അവർ നേരത്തെ ഫിക്സ് ചെയ്തിരിക്കുന്നത്, ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ലൈബിലിറ്റിയുടെ സമയത്ത് മെമ്പേഴ്സ് ഇത്ര എമൗണ്ട് എഗ്രി ചെയ്തിട്ടുണ്ട്, ലയബിളാണ് എന്ന് പറഞ്ഞിട്ട് അത്ര എമൗണ്ട് മാത്രമേ ആ മെമ്പേഴ്സ് ലയബിൾ ആവത്തുള്ളൂ എന്നുണ്ടെങ്കിലാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. Where the liability of members is limited to such amount as he undertakes to contribute to the assets of the company in the event of its winding up. അതാണ് company limited by guarantee. Unlimited company എന്ന് പറയുന്നത് there is no limit, അല്ലെങ്കിൽ liability is not fixed, അൺലിമിറ്റഡ് ആണ്. അവരുടെ പേഴ്സണലി ഓൾസോ മെമ്പേഴ്സ് വിൽ ബി ലയബിൾ. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റീസ്. ഇൻ ദ ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി, ദ അസറ്റ്സ് ഓഫ് കമ്പനി ആർ നോട്ട് സഫീഷ്യൻറ്റ്. ഇഫ് ദ അസറ്റ്സ് ആർ നോട്ട് സഫീഷ്യൻറ്റ്, അസറ്റ്സ് ഓഫ് കമ്പനി is not sufficient to pay off its liabilities, then private property of the members can also be utilized for the payment of that liability. That is known as unlimited companies. Next is foreign company. Foreign company is a company which is incorporated outside India under the law that other country and has established other കൺട്രിയിൽ ഫോളോ ചെയ്യുന്ന ലോ അനുസരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കമ്പനീസാണ് ഫോറിൻ കമ്പനീസ്. എസ്റ്റാബ്ലിഷ്ഡ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ആൻഡ് ഓൾസോ ദേ ആർ എസ്റ്റാബ്ലിഷിംഗ് ഓർ സ്റ്റാർട്ടഡ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. ഫോറിൻ കമ്പനിയാണ് വിച്ച് ഇസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ under the act or law passed in the foreign country. And അത് ഫോറിൻ കൺട്രി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ പറ്റില്ല. ദേ ആർ എസ്റ്റാബ്ലിഷ്ഡ് എ ബിസിനസ് പ്ലേസ് ഇൻ ഇന്ത്യ, സോ വി ആർ ഓൾസോ കൺസേൺ വിത്ത് ദാറ്റ് കമ്പനീസ്. നെക്സ്റ്റ് ഈസ് കൺട്രോൾ. On the basis of control, company can be divided into two: holding company and subsidiary company. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് മറ്റൊരു കമ്പനിയെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്, കൺട്രോൾ ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് ഹാവിങ് കൺട്രോൾ ഓവർ അനദർ കമ്പനി, ദാറ്റ് ഈസ് നോൺ ആസ് ഹോൾഡിംഗ് കമ്പനി. സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത് എ കമ്പനി വിച്ച് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് അനദർ കമ്പനി. സബ്സിഡിയറി കമ്പനി ഈസ് വൺ വിച്ച് ഈസ് കൺട്രോൾഡ് ബൈ എ ഹോൾഡിംഗ് കമ്പനി. അതാണ് സബ്സിഡിയറി കമ്പനി. ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ വേറൊരു കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നത്, സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞാൽ വേറൊരു കമ്പനിയാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നതാണ് സബ്സിഡിയറി കമ്പനി. സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത് കമ്പനി കൺട്രോളിങ് ദ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറയാം, ഹോൾഡിംഗ് എ മെജോറിറ്റി ഓഫ് ഷെയർസ് എന്ന് പറയാം, അതുപോലെ തന്നെ സബ്സിഡിയറി ഓഫ് അനദർ സബ്സിഡിയറി എന്ന് പറയാം. നമ്മൾ വേറൊരു കമ്പനിയുടെ സബ്സിഡിയറിയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡിയറിയും കൂടി ആയി മാറും. അതാണ് സബ്സിഡിയറി കമ്പനിയുടെ ഏതൊക്കെ കമ്പനീസ് എങ്ങനെയൊക്കെ സബ്സിഡിയറി ആയി മാറാമെന്ന് പറയുന്നു. ഇനി on the basis of ownership, company can be divided into two: government company and non-government company. Government company എന്ന് പറയുന്നത് company which is not less than is having 51% of its paid up capital is held by the central government or any state government or partly by central or state government. അതായത് ഒരു കമ്പനിയുടെ 51% അതിലധികമോ അതിൽ കുറയാതെ ഉള്ള ഷെയർ ക്യാപിറ്റൽ ഹെൽഡ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ ആവാം. അങ്ങനെയുള്ള കമ്പനീസിനെ ഗവൺമെൻറ് കമ്പനീസ് പറയും. നോൺ ഗവൺമെൻറ് കമ്പനീസ് പറയുന്നത് the companies which is not government companies are known as non-government companies. On the basis of number of members, a company can be divided into two, that is public company and private company. That is on the basis of size also. Company can be divided into two: public company and private company. Private company is one which is having minimum paid up capital of rupees 1 lakh or such higher paid up capital as may be prescribed. Minimum 1 lakh share, അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആൻഡ് ലിമിറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 200 ആൻഡ് പ്രൊഹിബിറ്റ്സ് എൻ ഇൻവിറ്റേഷൻ ടു പബ്ലിക് ബൈ ഓഫറിംഗ് ദിസ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ഓഫ് and invitation to public to subscribe shares, and prohibits any invitation or acceptance of deposits from persons other than its members, directors or their relatives. ഇങ്ങനെയൊക്കെയുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉള്ള കമ്പനീസാണ് പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. In case of private company, a private company is a limited company
then it must be add the words private limited. Private company limited company ആവുമ്പോൾ private limited എന്നുള്ള വേർഡ് അവിടെ ചേർക്കണം. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഈസ് 2. 2 പേരാണ് മിനിമം മെമ്പേഴ്സ് ആയിരിക്കേണ്ടത്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്, മാക്സിമം നമ്പർ 200 വരെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ടു ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കമ്പനീസിനെയാണ് പ്രൈവറ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. പബ്ലിക് കമ്പനിയുടെ കേസിൽ ഇതെല്ലാം നേരെ ഓപ്പോസിറ്റ് ആവും. പബ്ലിക് കമ്പനി വിച്ച് ഇസ് ഹാസ് എ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹5 lakh or such higher amount. ആൻഡ് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 7 ആണ്. പബ്ലിക് കമ്പനി മേ ദെയർഫോർ ബി ഡിഫൈൻഡ് ആസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട് ലെസ് ദാൻ 7 മെമ്പേഴ്സ്. ഇതിൻ്റെയൊക്കെ ബേസിൽ പബ്ലിക് കമ്പനിയുടെ മീനിങ് പറയുമ്പോൾ ഇറ്റ് ഈസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട് ലെസ് ദാൻ 7 മെമ്പേഴ്സ് വിച്ച് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് with a minimum paid up capital of ₹5 lakh and which is not a private company within the meaning of this act. This act means Companies Act 1913. There are no restrictions on the transfer of shares and the maximum number of members and on the invitation of general public to subscribe its shares. ഇങ്ങനെ പ്രൈവറ്റ് കമ്പനിയുടെ നേരെ ഓപ്പോസിറ്റ് കമ്പനീസാണ് പബ്ലിക് കമ്പനി.